عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തു الصف 61-ാമത്തെ അധ്യായമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. സബ്ബഹ ലില്ലാഹി മാ ഫി സമാവാതി വമാ ഫിൽ അർദ്. മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ സൂറത്തിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങി താഴ്ന്നിങ്ങോട്ട് വരുമ്പോൾ ഇതേ വചനം പറയുന്നത്. ആകാശഭൂമികൾ അള്ളാഹുവിനെ തസ്ബീഹ ചെയ്യുന്നു. അതായത് ഈ പ്രപഞ്ചമാസകലം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള മനുഷ്യന്മാരെ എന്നൊരു ധ്വനി അതിലേക്ക് വരികയാണ്. അപ്പം വഹുവൽ അസീസുൽ ഹക്കീം, യുക്തിമാനും അജയ്യനുമായ അള്ളാഹുവിനെ ആകാശഭൂമികളെല്ലാം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ മുസ്ലിങ്ങളാണ്. നിങ്ങൾ എന്താ മുസ്ലിം ആവാത്തത് എന്ന ചോദ്യം, അതാണ് അതിൻ്റെ അകക്കാമ്പ്. ഈ ഒരു തുടക്കത്തിൽ തന്നെ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ പ്രപഞ്ചമാസകലം പ്രപഞ്ചാധിപനായ റബ്ബിലേക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഇനിയും സുജൂദിൽ വീഴാറായിട്ടില്ലേ? അള്ളാഹുവിൻ്റെ തസ്ബീഹിലും തഹ്ലീലിലും ഇബാദത്തിലും ഒരു മഅബൂദായിട്ട് മാറാൻ എന്താണ് തടസ്സം? ആ ചോദ്യമാണ്. എന്നിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. കർമ്മം, വിശ്വാസവും കർമ്മവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് വിശ്വാസവും കർമ്മവും. രണ്ട്, കർമ്മം നമ്മൾ മറ്റുള്ളവരെ ഉപദേശികളാവുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ മതി. നമ്മൾ പറഞ്ഞു നടക്കുന്നത്, നമ്മൾ ഒരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു നടക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന യോഗ്യത അത് നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. നമ്മളത് ചെയ്യാതെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോകേണ്ടതില്ല. അത് നമുക്ക് ഏത് കാര്യത്തോടും ഇതിനെ ബന്ധപ്പെടുത്താം. കർമ്മം, വിശ്വാസം വലിയ വിശ്വാസമായിട്ട് നടന്നിട്ട് വലിയ തൊപ്പിയും വലിയ താടിയും വലിയ ആകാരഭാവങ്ങളും ഒരു വലിയ ഇസ്ലാമിസ്റ്റായിട്ട് പൊതുസമൂഹത്തിൽ അറിയപ്പെടുകയും എന്നാലാവട്ടെ വ്യക്തി ജീവിതത്തിൽ വലിയ പിശുക്കനും വലിയ അക്രമിയും കൊടിയ വഞ്ചകനും വാക്കുപാലിക്കാത്തവനും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവരെ ഈ ഗണത്തിൽപ്പെടുന്ന ഒരു വിഭാഗമാണ്. മറ്റൊരു വിഭാഗം അവരങ്ങനെ പറഞ്ഞു നടക്കും, വലിയ കോളിൽ കാര്യങ്ങൾ മറ്റുള്ളവരോടൊക്കെ ഉപദേശിക്കും. സ്വന്തം ജീവിതത്തിലേക്ക് സ്വന്തം വിഷയത്തിലെത്തുമ്പോൾ അവർ ആ കാര്യം മറന്നുപോവുകയും ചെയ്യും. ഉദാഹരണമായിട്ട് പറയാം, ഒരാൾ പറയാണ് നീ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്. മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ വലിയ വഅല് പറഞ്ഞ് നടക്കുന്ന, വലിയ ഉപദേശം പറഞ്ഞു നടക്കുന്ന ഒരാൾ, അയാളുടെ ജീവിതത്തിൽ അതേ കാര്യം വന്നപ്പോൾ മറ്റേ കാര്യമൊക്കെ മറന്നുപോയി. മറ്റവരോട് പറഞ്ഞതല്ല അയാളുടെ വ്യക്തി ജീവിതത്തിലില്ല. അതുപോലെ തന്നെ ജൂതന്മാരാവട്ടെ, ക്രൈസ്തവരാകട്ടെ, അതുപോലെ മുശ്രിക്കുകളാകട്ടെ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ വിശ്വാസികളോടുള്ള ഒരു സമീപനത്തിൽ അവരിങ്ങനെ പറഞ്ഞു നടക്കും. നിങ്ങളാണോ വലിയ ആളുകൾ, നിങ്ങൾ സത്യവാന്മാരാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവർ കളിയാക്കുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിൽ ഒരു ജീവിത വിശുദ്ധിയും അവർ കൈക്കൊള്ളാത്തവരാണ്. അപ്പം പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറഞ്ഞെടുക്കുക. നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറഞ്ഞു നടക്കേണ്ടതില്ല. ഫയഖൂലൂന മാ ലാ തഫഅലൂൻ. നിങ്ങളുടെ കാര്യം നന്നാക്കുകയും നിങ്ങളുടെ പ്രവൃത്തി നന്നാക്കുകയും എന്നിട്ട് അത് മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോവുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ. ഖബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫഅലൂൻ. എന്നിട്ട് ചോദിക്കുകയാണ്, ചെയ്യാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് ഏറെ വെറുപ്പുള്ള കാര്യമാണ്. ഒരാൾ പറയാ, നിങ്ങൾ മറ്റുള്ളവരോട് എല്ലാ ദിവസവും പറയാ, ഒരു ചെറിയ ഉദാഹരണം പറയാ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് അള്ളാഹുവുമായിട്ടുള്ള വലിയ ബന്ധമുള്ള കാര്യമായി. ഇതൊക്കെ ഒരാൾ ഇങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു നടക്കും. അയാൾ പൊച്ചുമൂടി കിടന്നുറങ്ങും ചെയ്യും. അയാൾ നിസ്കരിക്കണില്ല ജീവിതത്തിൽ. അപ്പോൾ ഇത് ഒരു ചെറിയ ഉദാഹരണമാണ്. അപ്പോൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ ചെയ്യാത്തൊരു കാര്യം മറ്റുള്ളവർ ഉപദേശിക്കുന്നത് അള്ളാഹു വേറെ വെറുപ്പ് ഉളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതേ. അള്ളാഹിൻ്റെ വെറുപ്പ് നമ്മൾ ഏറ്റുവാങ്ങരുതേ
ഇന്നല്ലാഹ ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്. ഇത് ഉഹദ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യം അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം എന്താണ്? ഇപ്പം മദീനത്താണ് ഇത് ഏറ്റവും വലിയ വിഷയമായിട്ടുണ്ടായിരുന്നത്. മദീനയിൽ മക്കയിൽ നിന്നുള്ള ആളുകൾ, മക്കയിലുള്ള കുഫാറുകൾ, മുശ്രിക്കുകൾ ആക്രമിക്കാൻ വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് സഹാബത്ത് ചോദിക്കും, അല്ല യാ റസൂലല്ലാഹ്, നമുക്ക് യുദ്ധം ചെയ്യാം, എന്താണ് യുദ്ധത്തിൻ്റെ ഒരു ആയത്ത് ഇറങ്ങാത്തത്? അള്ളാഹിനോട് ചോദിച്ചു നോക്ക്, നമുക്കൊരു യുദ്ധം ചെയ്യാം, നമുക്ക് തോൽപ്പിക്കാനേ ഉള്ളൂ, നമുക്ക് തീർക്കാനേ ഉള്ളൂ. ബദറിന് മുമ്പും പലരും ചോദിച്ചതാണ്. അപ്പം അങ്ങനെ ചോദിക്കുന്ന സന്ദർഭത്തിലാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ ഇറങ്ങിയത്. അതിനുശേഷമാണ് പിന്നെ ഉഹദ് നടന്നത്. ഉഹദ് യുദ്ധത്തിൽ കുറേ ആളുകൾ പിന്മാറിപ്പോയതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരായത്ത് കൂടിയാ. അപ്പോൾ അണിയണിയാ ഇവിടെ സൂറത്തു സഫ് എന്ന് പറഞ്ഞാൽ ഈ സൂറത്തിൻ്റെ പേര് പോലും വരാൻ കാരണം അങ്ങനെയാ. സഫായി അണിയണിയായി നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവരെയാണ് അവൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. ബുനിയാനും മർസൂസ് അല്ലെ, ഒരു ഏറ്റവും നല്ല മതിൽക്കെട്ട് പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇതിന് രണ്ട് മാന കൊടുക്കാം. ഒന്ന് ജീവിതത്തിലെ പോരാട്ടവും അതുപോലെ തന്നെ ജിഹാദി ഖാത്തല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യുദ്ധം മാത്രമല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ എൻഡാണ്. ജിഹാദിൻ്റെ വശം എല്ലാ അതിൽ പെടുന്നുണ്ട്. ഒരു അധർമ്മ സംഘത്തോട്, ഒരു അക്രമി സംഘത്തോട് പോരാടുന്ന അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആയുധം കൊണ്ട് പോരാടുന്നതിൻ്റെ പേരിനും ജിഹാദ് എന്ന് പറയും. എന്നാൽ ജിഹാദ് നഫ്സുണ്ട്. സ്വന്തം മനസ്സിൻ്റെ ദൗർബല്യങ്ങളോട്, സ്വന്തം തോന്നലുകളോട്, സ്വന്തം ശരീരം ഇങ്ങനെ തെറ്റ് ചെയ്യാൻ പറയുമ്പോൾ, വസ്വാസ് വന്നിട്ട് മനസ്സിലിങ്ങനെ മന്ത്രിക്കുമ്പോൾ അത് ചെയ്യേ എന്നിങ്ങനെ പറയുമ്പോൾ അതിനൊക്കെതിരെ അതിശക്തമായി മനസ്സുകൊണ്ട് പോരാടുന്ന പോരാട്ടത്തെയും ജിഹാദാണ്. അപ്പോൾ ജിഹാദിൻ്റെ രണ്ടറ്റവുമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. യുഖാതിലൂന ഫീ സബീലില്ല. അങ്ങനെയും വ്യക്തി ജീവിതത്തിൽ ഒരിക്കലൊരു യുദ്ധം കഴിഞ്ഞിട്ട് തബൂക്കാണെന്ന് തോന്നുന്നു, യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ, മടങ്ങുന്ന സന്ദർഭത്തിൽ ഏകദേശം സഹാബത്തൊക്കെ ഒരുവിധം മുറിവുകളും പാടുകളും വിഷമത്തോടെ പ്രയാസത്തോടെ നിൽക്കുന്ന സന്ദർഭമാ. കുടിവെള്ളം പോലും കിട്ടിയില്ല. വല്ലാതെ പ്രയാസത്തോടെ അവരും നാട്ടിലേക്ക് മടങ്ങുന്ന സന്ദർഭമാ. യുദ്ധം കഴിഞ്ഞതിൻ്റെ ക്ഷീണം എല്ലാവരുടെയും മുഖത്തുണ്ട്. ആകെ ബുദ്ധിമുട്ടോടെ അവർ തിരിച്ചു മടങ്ങുന്ന സന്ദർഭമാ. അള്ളാഹിൻ്റെ റസൂൽ അവരെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അള്ളാഹുവെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ, അള്ളാഹിൻ്റെ മുമ്പിലുള്ള എൻ്റെ മുമ്പിലുള്ളവരിതാ യുദ്ധം ചെയ്തിരിക്കുന്നു, അള്ളാഹുവേ ഇത് സ്വീകരിക്കണേ എന്ന് ദുആയൊക്കെ ചെയ്തിട്ട് സദസ്യരോട് അല്ലെങ്കിൽ അണിയണിയായി വന്നിട്ടുള്ള തൻ്റെ പിൻഗാമികളായിട്ടുള്ള സഹാബത്തിനോട് അള്ളാഹിൻ്റെ റസൂല് പറയാ, നിങ്ങളിപ്പോൾ ഒരു യുദ്ധം ചെയ്തു, പക്ഷേ യുദ്ധം അവസാനിച്ചിട്ടില്ല, യുദ്ധം ഇനി തുടങ്ങാനിരിക്കുകയാ എന്ന് പറഞ്ഞ് റസൂലുള്ള നിർത്തിയപ്പോൾ എല്ലാ സദസ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെ അവർക്ക് മടിയൊന്നുമില്ല. ഏതൊരു മരണം വരെ പോരാടാൻ തയ്യാറായിട്ടുള്ള അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായികളാ. അവർ മരിക്കുന്നത് വരെ പോരാടാൻ തയ്യാറാ. പക്ഷേ വിഷമത്തോടെയും ക്ഷീണത്തോടെയും വലിയ പ്രയാസത്തോടെ മുറിപ്പാടുകളുമായി നിൽക്കുന്നവർ ഇനിയും ഒരു യുദ്ധമോ എന്ന ഒരു ഇല്ലാത്ത ആശ്ചര്യത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുദ്ധം ഇനിയാണ് യുദ്ധം. നമ്മുടെ ജിഹാദ് നമ്മുടെ മനസ്സുകളോട്, നമ്മുടെ ജഡികേച്ഛകളോട്, നമ്മുടെ നമസ്കാരങ്ങൾക്കിടയിലുള്ള ജീവിതം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഉറക്കമൊഴിച്ചുള്ള ബാക്കിയുള്ള സന്ദർഭത്തിലൊക്കെ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജിഹാദ് ഉണ്ടല്ലോ, അതാണ് വലിയ ജിഹാദ്. അതും ഒരു ജിഹാദാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറാവുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ രാവിലെ എണീറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കാണുന്നില്ലേ? ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ കണ്ണ് കാണുന്നു, ഫോൺ എടുക്കണ്, ഒരു അശ്ലീലമായ ഒരു കാര്യം കാണണ്, നമ്മുടെ കണ്ണ് പറയുന്നു കണ്ണേ, അത് കണ്ണും ശരീരവും പറയുന്നു കണ്ടോ കണ്ടോ കണ്ടോ, നമ്മുടെ മനസ്സ് പറയും കണ്ടോ കണ്ടോ. പക്ഷേ ആത്മാവിൻ്റെ ഒരു ഉൾവിളി ഉണ്ടാകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കാണല്ലേ, റബ്ബ് കാണുന്നുണ്ട്, മലക്കുകൾ കാണുന്നുണ്ട്, നീ തെറ്റാ ചെയ്യുന്നത്, നിർത്തിക്കോ. ഈ ഒരു ജിഹാദ് ഉണ്ടല്ലോ, കൽബും നമ്മുടെ മനസ്സും തമ്മിൽ
തമ്മിലുള്ള ഒരു സംഘടനം, അതേക്കുറിച്ചാണ് യുഖാത്തിൽ. അപ്പോൾ ഇവിടെ ആ ഒരു സ്വഭാവത്തിലും നമ്മൾ കാണണം. എന്നാൽ ഒരു സന്ദർഭത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, തൻ്റെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി, ദീനിന് വേണ്ടിയിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ വേണ്ടി പോലും സഫായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടൽ വലിയ കുറ്റമാണ്, ഇസ്ലാമിൽ വലിയ തെറ്റായ കാര്യമാണ്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്ന് വെച്ചാൽ ധർമ്മസമരത്തിൽ അത് സ്വന്തം സഹോദരന്മാരെ ബലിയെടുക്കുന്നതിന് സമമാണ്. ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അത് അത്രക്കും എല്ലാവരെയും ചേർന്ന് അണിയണിയായി നിന്നിട്ട് ചെയ്യുന്ന ഒരു യുദ്ധത്തിൽ കുറച്ചാൾ പിൻപോവുക. അതല്ലേ യുദ്ധത്തിൽ സംഭവിച്ചത്. 3000-ഓളം വരുന്ന 3000-ഓളം ഒരാൾ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ 3 ആളോട് യുദ്ധം ചെയ്യണം, അതിൽ ജയിക്കണേ തന്നെ. അത്രമേൽ പണ്ട് 313,000-ഓട് ജയിച്ചത്. അതുകൊണ്ട് 3000 ഒരു വിഷയമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ 3000 ആളുകളോട് പോരാടാൻ 1000 സൈന്യം വരുമ്പോൾ അന്ന് ബദർ യുദ്ധത്തിലാവട്ടെ ഏതാനും ചില ഒട്ടകങ്ങളും കുതിരകളും മാത്രം, ചെറിയ കുറച്ച് വാളുകളും മാത്രം, വലിയ ആയുധമോ ആൾബലമോ ഇല്ലാതെ ജയിച്ചതാ. പക്ഷേ ചരിത്രം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ന് 1000 ശക്തിയുണ്ട്, അല്പം അത്യാവശ്യം ആയുധബലമൊക്കെ ഉള്ളതാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, 300 പേര് ഒറ്റയടിക്ക് പിൻവലിഞ്ഞു കളഞ്ഞു. യുദ്ധം തുടങ്ങാനിരിക്കെ 300ഓളം ആളുകൾ അല്ലെ, അതിൻ്റെ ഒരു 30% ആളുകൾ തിരിഞ്ഞ് നടന്നു കളഞ്ഞു. അവർ അങ്ങനെ ചതിച്ചതിൻ്റെ ആ ചതിയെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ സഫായ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. നിങ്ങൾ പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ മതി, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറഞ്ഞ് നടക്കേണ്ടെന്ന് ലോകത്തുള്ള എല്ലാവരും, അത് ഈ കാലത്തിനും സൂട്ടാണ്, എല്ലാ കാലഘട്ടത്തിലേക്കും. ഇത് കാല മൂസാ ലി ഖൗമിഹി, മൂസ അലൈഹിസ്സലാം തൻ്റെ ഖൗമിനോട് പറഞ്ഞു, യാ ഖൗമി, എൻ്റെ സമൂഹമേ, എൻ്റെ സമുദായമേ, ലിമ തുഅ്ദൂനനി വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും. നിങ്ങളെന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളെന്തിനാണ് എന്നെ പ്രയാസപ്പെടുത്തുന്നത്? വഖദ് തഅലമൂന അന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനല്ലയോ? ഫലമ്മാ സാഗൂ അസാഗല്ലാഹു ഖുലൂബഹും, അവരുടെ മനസ്സുകളെ അള്ളാഹു വഴിതെറ്റിച്ച് കളഞ്ഞതാ. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മനസ്സിനെ വഴിപിഴച്ചു കഴിഞ്ഞാൽ, മനസ്സില്ലെങ്കിൽ അവരുടെ മനസ്സില്ലായ്മയ്ക്ക് പിന്നിലുള്ള ധിക്കാര സ്വഭാവം കാരണം അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അതവർ അക്രമികളായ ജനതയെ അള്ളാഹു വഴിതെറ്റിച്ചിരിക്കുന്നു. വഴിതെറ്റിച്ചവരെ ഒരിക്കലും സന്മാർഗത്തിലാക്കില്ല, അവർ സന്മാർഗം ആഗ്രഹിക്കുന്നുമില്ല. മൂസ അലൈഹിസ്സലാമിൻ്റെ അനുയായിയായി, അല്ലെങ്കിൽ ഈസ അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രവാചകന്റെ അനുയായിയായി എന്നതുകൊണ്ട് മാത്രമായില്ല, അള്ളാഹിൻ്റെ ദീനിൽ മാർഗത്തിൽ സഫായിട്ട് യുദ്ധം ചെയ്യാൻ വരെ ആഗ്രഹിക്കുന്ന, ജീവനും ജീവിതവും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുന്നവരായിരിക്കണം. അല്ലാത്ത വെറുതെ ഒരു ലേബലിട്ടിട്ട് മുസ്ലിമായി ജീവിച്ചങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാൻ ആരും കൊതിക്കണ്ട കേട്ടോ. ഇത് കാല ഐസ ഇബ്നു മറിയം. ഇനി ഐസാ നബിയുടെ കാര്യം പറയാം. മറിയമിൻ്റെ മകൻ ഐസ, യാ നബി യാ ബനീ ഇസ്രായീൽ, എൻ്റെ ഇസ്രായേൽ സന്തതികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂൽ. ഈസ അലൈഹിസ്സലാം, മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാം പറഞ്ഞത് ഓർക്കുക. ഇസ്രായേൽ മക്കളെ, ഞാൻ നിങ്ങളിലേക്കുള്ള ദൂതനാണ്. എനിക്ക് മുമ്പേ അവതീർണമായ തൗറാത്തിനെ സത്യപ്പെടുത്താൻ, മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, മൂസ അലൈഹിസ്സലാമിന് അവതരിക്കപ്പെട്ട തൗറാത്ത്, അതിനെ സത്യപ്പെടുത്താൻ, അതിലെ വചനങ്ങൾ ശരിയാണെന്ന് പറയാൻ, അതേ മാർഗമാണ് എൻ്റെ മാർഗമെന്ന് പറയാനല്ലേ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. വമുബശ്ശിറൻ ബിറസൂലി, ഒരു സന്തോഷ വാർത്ത, ഒരു റസൂലിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, എനിക്ക് ശേഷം ആഗതനാകുമെന്ന സന്തോഷ വാർത്ത. യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്ന് പറയുന്ന ലോകം സ്തുതിക്കപ്പെടുന്ന ഒരു മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുമല്ലേ ഞാൻ വന്നത്. ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റും മുബീൻ. എന്നാൽ ആവട്ടെ ആ ജനത ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ ഈസാ അലൈഹിസ്സലാം തൻ്റെ ജനതക്ക് മുമ്പിൽ കാണിച്ചു. വെള്ളപ്പാണ്ട് രോഗിയെ ചികിത്സിച്ചു ഭേദമാക്കി, കണ്ണില്ലാത്തവന് കാഴ്ച കൊടുത്ത അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ഈസാ അലൈഹിസ്സലാം. പക്ഷേ ആ ജനത ഖാലൂ ഹാദാ സിഹ്റും മുബീൻ, ഇത് വെറും സിഹ്റാണ്. ഈസാ അലൈഹിസ്സലാമിൻ്റെ ജനത, ആ നാട്ടുകാർ പോലും ഈസാ നബിയെ തള്ളിപ്പറഞ്ഞു. കുടുംബക്കാരും ആ ജൂതന്മാരും തള്ളിപ്പറഞ്ഞു, ആ നാട്ടുകാരും തള്ളിപ്പറഞ്ഞു. വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹിൽ കദിബ വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം. അല്ലാഹുവെക്കുറിച്ചുള്ള കള്ളം കെട്ടിച്ചമച്ചവനേക്കാൾ കൊടിയ അക്രമിയാരുണ്ട്? അള്ളാഹുവിനെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു നടന്ന, ശരിയായ വഴിയിൽ നിന്ന് തെറ്റിച്ചവ, ആ കൾദാബായിട്ടുള്ള കള്ളം പറയുന്നവനേക്കാൾ വലിയ അക്രമി പറയാറുണ്ട്? വഹുവ യുദ്ആ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കപ്പെട്ടുകൊണ്ടിരിക്കെ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവാചകന്മാർ വന്നപ്പോൾ ഇസ്ലാമിലേക്ക് യുദ്ആ ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ പേരിലൊക്കെ കള്ളം പറഞ്ഞിട്ട് ഇതിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുന്നവനേക്കാൾ വലിയ അക്രമിയാരുണ്ട്? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. മൂസാ അലൈഹിസ്സലാം വന്നപ്പോൾ, ഈസാ അലൈഹിസ്സലാം വന്നപ്പോൾ തൻ്റെ ജനതയോട് സത്യദർശനത്തെപ്പറ്റി, അള്ളാഹുവെപ്പറ്റി പറഞ്ഞപ്പോൾ അതൊക്കെ കള്ളമാണെന്ന് പറഞ്ഞ് തൻ്റെ ജനതയെ വഴിതെറ്റിച്ചു വിട്ട ളാലിം, അക്രമികളായ ജനത, അവർക്ക് അള്ളാഹുവിൽ നിന്ന് മാപ്പില്ല, അവർക്ക് അള്ളാഹുവിൽ നിന്ന് കൊടിയ ശിക്ഷയാണ്. അവരെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയുമില്ല. അവർ ളാലിമീങ്ങളായിട്ടുള്ള, അക്രമികളിൽപ്പെട്ട ജനതയാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവെക്കുറിച്ച്, തൻ്റെ ദീനിനെക്കുറിച്ച്, ഇസ്ലാമിനെ, അള്ളാഹുവിനെയൊക്കെ തൻ്റെ ലിയുത്ഫിഊ, അവർ ഊതിക്കൊടുത്താൻ ശ്രമിക്കുക. നൂറല്ലാ, അള്ളാഹിൻ്റെ പ്രകാശമാകുന്ന ഈ സത്യദർശനത്തെ, ഈ ഇസ്ലാമിനെ, അള്ളാഹുവിൻ്റെ സത്യദർശനത്തെ, വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രഭയെ ഊതിക്കെടുത്താൻ അവർ തൻ്റെ അഫ്വാഹിഹിം, തൻ്റെ വാഴ്മൊഴികൾ കൊണ്ട് പലതും പറഞ്ഞു നടന്നിതിനെ ഊതിക്കെടുത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും അവർ നടത്തും. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, ഈ പ്രകാശത്തെ അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഉഹദ് യുദ്ധത്തിൽ ചെറിയൊരു പരാജയം സത്യവിശ്വാസികൾക്കുണ്ടായപ്പോൾ, മദീന ഞങ്ങൾ കീഴടക്കിയെന്ന സ്വഭാവത്തിൽ മക്കക്കാർ അഹങ്കരിച്ചപ്പോൾ, സമീപവാസികളായിട്ടുള്ള ചില ഗോത്രങ്ങളുമൊക്കെ മദീനക്കെതിരെ തിരിയാൻ തുടങ്ങിയപ്പോൾ, ഇതൊക്കെ ആർക്കും പറ്റുമെന്നൊരു ബോധം അവർക്കുണ്ടായപ്പോൾ, ആ സന്ദർഭത്തിലാണ് അള്ളാഹു പറയുന്നത്, ഈ പ്രകാശം ഇത് പരക്കാനുള്ളതാണ്. ഇന്ന് 2 ബില്യൺ ജനങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന് ഇന്ന് ലോകത്തുണ്ടെങ്കിൽ, ഇന്ന് ലോകത്ത് 8 ബില്യൺ ജനങ്ങളാണെങ്കിൽ അതിൽ 2 ബില്യൺ, ഇത്രയും ജനകോടികൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, ലോകത്ത് ഇസ്സത്തുള്ള ഇസ്ലാമിലേക്ക് ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം പോലും അതിന് സാക്ഷ്യമാണ്. ഈ പ്രകാശം അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ദീനിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കും. ലോകാവസാനം വരെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. ഹുവല്ലദീ അർസല റസൂലഹു, ഈ റസൂലിനെ മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹു അയച്ചത്, അവനാണ് ഈ റസൂലിനെ അയച്ചത്.
ബിൽഹുദാ വദീനിൽ ഹഖ്, സത്യദീൻ യാഥാർത്ഥ്യമുള്ള ശരിയായ ദീനിനെ അയച്ചത് സന്മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കാൻ. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, മറ്റു സകലമാന പ്രത്യയശാസ്ത്രങ്ങൾ, മറ്റുള്ള ഇസങ്ങൾ, മനുഷ്യനിർമ്മിതമായ സകലമാന ഇസങ്ങളുടെയും അന്ത്യം കുറിച്ചുകൊണ്ട് ഈ വിശുദ്ധ ദീനിനെ, വിശുദ്ധ ദർശനത്തെ അള്ളാന്റെ റസൂല് വഴി ഈ ലോകത്തേക്ക് അയച്ചത് അവനാണ്. കരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ അതെത്ര വെറുത്താലും ശരി, ഈ എല്ലാ ഇസങ്ങളും ലോകത്ത് തകർന്നടിയും. മനുഷ്യനിർമ്മിതമായ പ്രത്യയശാസ്ത്രങ്ങളും എല്ലാ ചിന്തകളും ചിന്താധാരകളും ആശയങ്ങളും ഒക്കെ അതൊക്കെ ഏതാനും കാലത്തിൻ്റെ ഉള്ളിൽ ഒടുങ്ങുക തന്നെ ചെയ്യും. വിശുദ്ധ ഇസ്ലാമിൻ്റെ സത്യദീനിൻ്റെ സത്യപ്രകാശം ലോകത്ത് പരക്കുക തന്നെ ചെയ്യും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ. അതുകൊണ്ട് ലോകത്തിൻ്റെ ചരിത്രം അതാണ്. ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ഇന്നും ആധുനിക നവസാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലരും അജണ്ടയോടെയും അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുമ്പോഴും ഈ പ്രകാശം വളരുകയാ, ഇസ്ലാം വളരുകയാ, ദീന് വളരുകയാ. അള്ളാഹുവിനിലേക്ക്, മസ്ജിദുകളിലേക്ക്, സത്യദർശനത്തിലേക്ക് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, അല്ലയോ സത്യവിശ്വാസികളെ, ഹല്ലദുല്ലുക്കും അലാ തിജാറ, നിങ്ങളൊരു കച്ചവടത്തിന് തയ്യാറുണ്ടോ? സാധാരണ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവുന്ന കച്ചവടമാണല്ലോ. സാധാരണ നമ്മൾ കച്ചവടം ചെയ്യുന്നത് എന്താ? ഏറ്റവും നല്ല ബിസിനസ് ഉള്ള, എവിടെ ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടുക, എത്രയും നല്ല ലാഭമുള്ള സ്ഥലം എവിടെയാണോ ആ ലാഭത്തിന് വേണ്ടിയല്ലേ നമ്മൾ കച്ചവടം ചെയ്യാറുള്ളത്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു ഒരു കച്ചവടത്തെ പറ്റി പറയാ, നിങ്ങളുടെ നാളെ നരകത്തിലേക്ക് തുഞ്ചീക്കും മിൻ അസാബിൻ അലീം, നാളെ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന്, നോവേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ പറ്റി നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്താ കച്ചവടം? നമ്മുടെ സാധാരണ ലാഭം നഷ്ടങ്ങൾ ഉണ്ടാകും, പക്ഷെ ഒരിക്കലും നഷ്ടം പറ്റാത്തൊരു കച്ചവടമുണ്ട്. എന്താ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലി, അള്ളാഹിൻ്റെ റസൂലിലും അള്ളാഹുവിലും അവൻ്റെ റസൂലിലും ഈമാനോടെ യഖീനോടെ വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ളതല്ല, വിശ്വാസം അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കണം. മേലെ പറഞ്ഞു ഒന്നാമത്തെ ആയത്തിൽ അല്ലേ, ഫസ്റ്റ് ആയത്തിൽ തന്നെ പറഞ്ഞില്ലേ, വയഖൂലൂന മാ ലാ തഫഅലൂൻ, നിങ്ങൾ പറയാ വയല് പറഞ്ഞുകൊടുക്കുക, നിങ്ങളെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാവണം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറാവണം. കണ്ണ് ചീത്ത കാണരുത്, നാവ് ചീത്ത പറയരുത്, തെറ്റ് കേൾക്കരുത്. ജീവിതം വിശുദ്ധിയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. തുഅ്മിനൂന ബില്ലാഹ്, അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക്, അങ്ങനെയുള്ള റസൂലുള്ളയുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം മാറണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഇവിടെ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെയുള്ള യുദ്ധം? ബി അംവാലിക്കും വ അൻഫുസിക്കും, സമ്പത്ത് കൊണ്ടുള്ള യുദ്ധം. അപ്പോൾ പൈസ കൊണ്ട് എങ്ങനെയാ യുദ്ധം? പണം കൊണ്ട് യുദ്ധമുണ്ട്. പണമാണ് ഹറാമായ വഴിയിൽ സമ്പാദ്യം വരരുതേ എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഈ ശബ്ദം കേൾക്കുന്നവർ? ഒരു രൂപ പോലും അനർഹമായിട്ട് ഞാൻ നേടാൻ പാടില്ലെന്ന് അങ്ങനെ ശഠിക്കുന്ന എത്ര പേരുണ്ട്? നമുക്ക് ഹലാലല്ലാത്ത, ഇതെനിക്ക് ചേർന്നതല്ല, ആ പണം എനിക്ക് വേണ്ട സുഹൃത്തെ, അതെത്ര ലക്ഷമാണെങ്കിലും അതെൻ്റെ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ നാളെ സ്വർഗലോകത്തേക്ക് ഞാൻ കടക്കുന്നതിന് അത് തടസ്സമാകും. നീ ഇപ്പോൾ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും ആ പണം എനിക്ക് വേണ്ട സുഹൃത്തെ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? എത്ര പേര് മനസ്സുകൊണ്ട് തയ്യാറാ? പണം അങ്ങോട്ട് വേണ്ടെന്ന് വെക്കാൻ അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ, അതുപോലെ സദഖ ചെയ്യാൻ അള്ളാഹിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ, വെറും സക്കാത്തും സദഖയില്ല, അതിലപ്പുറത്തേക്ക് ദാനം ചെയ്യാൻ, ആ ചോദിച്ചു വരുന്നവർക്കും ബുദ്ധിമുട്ടുന്നവരെയും അങ്ങോട്ട് കണ്ടെത്തിയിട്ട് അന്ന് ഞാൻ പട്ടിണി കിടന്നാണെങ്കിലും മറ്റുള്ളവർക്ക് വിശപ്പ് സഹിക്കുന്നവർക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. നമ്മൾ മറ്റുള്ളവരിലേക്ക് സഹായഹസ്തവുമായിട്ട് ചെന്നണയുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് തൻ്റെ
സമ്പത്ത്. അംവാൽ എന്ന് പറഞ്ഞാൽ വെറും പണമായ മാത്രമല്ല, തൻ്റെ കാറും വാഹനങ്ങളും തൻ്റെ തോട്ടവും തൻ്റെ ബിസിനസ് സംരംഭങ്ങളുമെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്ന. വലിയ വെള്ളം വന്ന സമയത്ത്, കേരളത്തിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായ സന്ദർഭത്തിൽ, വല്ലാതെ പ്രയാസമുണ്ടായ സന്ദർഭത്തിൽ തൻ്റെ കടയിലുള്ള മുഴുവൻ വസ്ത്രങ്ങളും കൊണ്ടുപോയിക്കോളൂ, ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തോളൂ, പാവങ്ങൾ അതൊക്കെ ഉപയോഗിക്കട്ടെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് ലാഭം വേണ്ട, എനിക്ക് നഷ്ടമാകുമെന്നറിയാം, പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇടേണ്ട കാര്യമില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം എടുത്തോളൂ എന്ന് പറഞ്ഞ് സന്നദ്ധ പ്രവർത്തകർക്ക് തൻ്റെ കട തുറന്നു കൊടുത്ത കേരളമേ, മനുഷ്യ മനസ്സുകളുടെ മനസ്സിനെ അംഗീകരിക്കാൻ മനുഷ്യത്വത്തിൻ്റെ പ്രതിരൂപമായ എത്രയോ മനുഷ്യന്മാരുള്ള ഈ മലയാള മണ്ണതിന് സാക്ഷ്യമാണ്. ഈ ഒരു വികാരം എങ്ങനെ ഉണ്ടായി? ആരും എന്നെ അറിയപ്പെടണ്ട, ഞാൻ എവിടെയും മുഖം കാണണ്ട, എൻ്റെ പ്രവർത്തനം അല്ലാഹു കാണുന്നുണ്ട്, എൻ്റെ നിയ്യത്ത് അല്ലാഹുവിലേക്കാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഒരാളും നന്ദി പറഞ്ഞിങ്ങോട്ട് കയറി വരണ്ട, ആരും എൻ്റെ മുമ്പിൽ മടുക്കുത്തയച്ച് വെച്ച് നിൽക്കേണ്ട കാര്യമില്ല, തല കുമ്പിട്ട് വച്ചാനിച്ച് നിൽക്കണ്ട. നിങ്ങളുടെ അവകാശമാണ് ഞാൻ തരുന്നത്, എൻ്റെ ഔദാര്യമല്ല, എൻ്റെ റബ്ബ് എനിക്ക് തന്ന സമ്പത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുകയാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ അംവാല് കൊണ്ട്, തൻ്റെ സമ്പത്ത് കൊണ്ട് സഹായിക്കുന്നവരെ, നിങ്ങൾ സങ്കടപ്പെടണ്ട. നിങ്ങൾക്ക് ഈ ദുനിയാവിൽ മാത്രമല്ല, നാളെ പരലോകത്തും അള്ളാഹു ഒരുപാട് വർദ്ധിപ്പിച്ചു തരുന്നതാ. അംഫുസിക്കും, തൻ്റെ ശരീരം. രണ്ട് അർത്ഥം ഇതിനുണ്ട്. ഒന്ന്, അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, സത്യദർശനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ ശരീരം തന്നെ ബലി കഴിപ്പിക്കേണ്ടി വന്നാൽ അതിന് സന്നദ്ധമാകണം. രണ്ടാമത്തെ അർത്ഥം വളരെ പ്രധാനമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കണ്ണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ വിചാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ മാത്രമായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവർക്ക് പ്രയാസമുള്ള യാതൊന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ പെരുമാറ്റങ്ങളാവട്ടെ, നമ്മുടെ സ്വഭാവമാവട്ടെ, ഒരു നന്മ മരമായിട്ട് നമ്മുടെ വികാരങ്ങളെ, ഒരുപാട് ദൗർബല്യങ്ങളുള്ളവരാ നമ്മളൊക്കെ, ഒരുപാട് വിഷമങ്ങളോടെ ജീവിക്കുന്നവരാ. പക്ഷേ എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക്, കുടുംബക്കാരിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് സ്നേഹത്തിൻ്റെ പ്രതീകമാകാൻ, കരുണയുടെ പ്രതീകമാകാൻ, ഒരു നന്മമരമായി നല്ല മനുഷ്യനായിട്ട് മാറാനുള്ള ആ ഒരു പ്രതിജ്ഞ, അതാണ് അൻഫുസിക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഖൈറ്. ഏതിനെക്കുറിച്ചുള്ള വിവരം ഉണ്ടെങ്കിൽ, ഈ ലോകം പെട്ടെന്ന് അവസാനിക്കുന്നതാണെന്ന വിവരം. ഈ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് തൻ്റെ തലക്ക് മീതെ എഴുതി വെച്ച ദിവസങ്ങൾ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുക. ഞാനിത് അവസാനത്തിലേക്ക്, മരണത്തിലേക്ക് നീങ്ങുകയാ. ഞാൻ എൻ്റെ ഖബറിലേക്ക് കുഴിക്കാൻ പോകുന്ന എൻ്റെ പള്ളിക്കാട്ടിലെ, മഹല്ല് പള്ളിക്കാട്ടിലെ ഒരു ഓരത്ത്, ഒരാറടി മണ്ണിലേക്ക് ഞാനിതാ എൻ്റെ ഈ ശരീരം കൊണ്ടുവെക്കാൻ പോവാണ്. അതിനേതാനും വർഷങ്ങളെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ബർസഖിലേക്ക്, പിന്നെ മീസാനാണ്, പിന്നെ അവിടെ മഹ്ശറയാണ്, പിന്നെ ഹിസാബുണ്ട്. അതിനുശേഷം ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്തൊരു സ്വർഗപ്രപഞ്ചമുണ്ട്. അവിടെ എനിക്ക് വിജയിക്കണം. അത് സത്യമാണ്, അത് ഹക്കാണെന്ന വിചാരം. ആ ഇൽമുള്ളവൻ ഇതൊന്നും പ്രയാസമല്ല. അവൻ്റെ സമ്പത്ത് അവന് വിഷയമല്ല, അവൻ്റെ ശരീരം അവന് വിഷയമല്ല. അവൻ എത്രയും കൊടുക്കുന്നവനാണ്, അവൻ പരമാവധി വിട്ടുവീഴ്ച ചെയ്യുന്നവനാ. അങ്ങനെയുള്ള വലിയൊരു ജിഹാദിലേക്ക് നിങ്ങൾ വരുന്ന ലാഭകരമായ കച്ചവടത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹു നമ്മളോട് പറയുമ്പോൾ, അങ്ങനെ നമ്മൾ കച്ചവടം ചെയ്താൽ യഗ്ഫിർ ലക്കും, അള്ളാഹു പുറത്തു തരും, ദുനൂബക്കും വയുദ്ഖിൽക്കും. ഇതിനേക്കാൾ വലിയ സന്തോഷം എന്തുണ്ട് പ്രിയപ്പെട്ടവരെ? പിന്നെ നിങ്ങളെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. എവിടേക്ക്? ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിലേക്ക്, ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത സ്വർഗപ്രപഞ്ചത്തിലേക്ക്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളുടെ ഉന്നതമായ സുന്ദരമായ കാഴ്ചകളുടെ സൗഭാഗ്യങ്ങളിലേക്ക്, ഓരോ നാവും ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത, ആസ്വാദനങ്ങൾക്കറ്റമില്ലാത്ത, മരണമില്ലാത്ത സുന്ദരമായ ഒരു ലോകത്തേക്ക് നമ്മളെ യാത്രയേക്കും. വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ, വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്ൻ.
അവിടെ അവിടെ ചില സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്കുള്ള പാർപ്പിടങ്ങളുണ്ട്, സാർഭാടത്തോടെ ഒരു ലക്ഷറി ലൈഫ് തന്നെ അവിടെ ഉണ്ട്. ഏറ്റവും നല്ല വിശിഷ്ടമായ ജന്നാത്ത് അദിൻ, സ്ഥിരവാസത്തിൻ്റെ ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗപ്രപഞ്ചമാണ്. ഫൗസുൽ അസീം, അതെത്ര ശ്രേഷ്ഠമായ അതിമഹത്തായ വിജയമാണ്. ഇത് അല്ലേ വേണ്ടത്? അല്ലാതെ ജീവിതം ഇങ്ങനെ ഇവിടെ തിന്നത് കുടിച്ചത് നമ്മൾ കുറെ ആസ്വദിച്ചത് ഇതൊക്കെ എവിടേക്കാണ്? ഇതൊക്കെ അങ്ങ് തീർന്നു പോയി. അല്പാസ്വാദനത്തിൻ്റെ അവിടെ തീർന്ന് എവിടെ അക്കൗണ്ടിലില്ല. നാളേക്ക് വരവ് വെക്കുന്നതല്ല ഇതൊന്നും. നാളേക്ക് വരവ് വെക്കുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കണം. ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഞാനും നിങ്ങളും, ഖുർആൻ കേൾക്കുന്നവർ, അള്ളാഹിൻ്റെ കലാമ് കേൾക്കുന്നവർ, നാളേക്ക് ഞാൻ എന്ത് നേടി? ഇന്നിപ്പം നമ്മൾ ഈ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലും പുണ്യമാണ്, മലായിക്കത്തിൻ്റെ സാക്ഷ്യമാണ്. അള്ളാഹിൻ്റെ ഖുർആൻ അള്ള കാണുന്നുണ്ട്, അള്ള കേൾക്കുന്നുണ്ട്, അള്ള അറിയുന്നുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്നത് അള്ളാഹിനെ പറ്റിയാണ്. അള്ളാഹുവിൻ്റെ പേരിൽ നമ്മൾ തുടങ്ങി മുഹമ്മദ് റസൂലുള്ളാഹിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിശുദ്ധ ഖുർആന്റെ മജ്ലിസിലിരുന്നുകൊണ്ട്, അല്ലാഹുവേ ഞങ്ങളെ ഈ ജന്നാത്തുൽ ഫിർദൗസിൻ്റെ അനന്തരവാകവാശികളാക്കണേ. ഞങ്ങളെ ഈ ജന്നാത്തുൽ ഫിർദൗസിൽ അനന്തരമെടുത്ത ഞങ്ങളുടെ തറവാട്ടിലേക്ക്, ഞങ്ങളുടെ പൂർവ്വപിതാമഹനായ ആദം ഹവ്വ ദമ്പതികളുടെ അവരുടെ ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകണേ അല്ലാ. അതിനുതകുന്ന നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് നല്ലപോലെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. വഉഖ്റാ തുഹിബ്ബൂനഹാ നസ്റും മിനല്ലാഹ് വഫത്ഹുൻ ഖരീബ് വബശ്ശിരിൽ മുഅ്മിനീൻ. അവിടെ മാത്രമല്ല, വേറെയും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല അനുഗ്രഹങ്ങളുമുണ്ട്. നസ്റും മിനല്ലാഹ്, നിങ്ങളങ്ങനെ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ, അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു മതിൽ കൊട്ടുപോലെ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, നസ്റും മിനല്ലാഹ്, അള്ളാഹിൻ്റെ വലിയ സഹായമുണ്ടാകും. വഫത്ഹുൻ ഖരീബ്, അടുത്ത് തന്നെ വലിയ വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകും. വബശ്ശിരിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. സത്യവിശ്വാസികളായ 6-ാം നൂറ്റാണ്ടിലെ മക്കയിലെ മദീനയിലെ സത്യവിശ്വാസികളെ മാത്രമല്ല, അന്ന് ആ സത്യവിശ്വാസികളോട് ഒരുമിച്ച് നിന്നുകൊണ്ട് അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ചേർന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ കേരളീയ മലയാളി മുസ്ലിങ്ങൾ വ്യത്യസ്തമായ സംഘടനകളായി വഴി വട്ടി പരസ്പരം ഇങ്ങനെ പല വഴിയായിട്ട് മാറുമ്പോൾ, നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങളാണ്. ഏതൊരു ഏകദൈവത്വത്തിലേക്ക്, തൗഹീദിലേക്കാണോ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളൊക്കെ ഏതൊരു കഅബ ഷരീഫിലേക്കാണോ? ഇല്ലേ പല വിശ്വാസങ്ങളും പലതരത്തിലുള്ള ഫിഖ്ഹീപരമായ അഭിപ്രായ അന്തരങ്ങളുമായിട്ട്, അതൊക്കെ ഉമ്മത്തിന് ഖൈറാണ് ഒരു നിലക്കാണെങ്കിൽ. പക്ഷേ ചിലപ്പോഴൊക്കെ പലപ്പോഴും വെറുപ്പും വിദ്വേഷവും ഒക്കെ ആയി മാറാറുണ്ട്. അതൊന്നും പാടില്ല. ഏകോദര സഹോദരങ്ങളായി ഏതൊരു മസ്ജിദിൽ ചെന്നാലും നമ്മളൊക്കെ തിരിയുന്നത് ഒരു കഅബയിലേക്കല്ലേ? നമുക്കൊരു ഖുർആനല്ലേ ഉള്ളൂ, നമുക്കൊരു മുഹമ്മദല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുള്ളൂ, ഒരു അള്ളാഹുവിലേക്കല്ലേ നമ്മൾ ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരുമിച്ച് നിൽക്കണം. പരമാവധി യോജിപ്പിൻ്റെ വഴികളിലൊക്കെ നമ്മൾ ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിന്നാലോ നമുക്ക് ദുനിയാവിൽ അള്ളാഹിൻ്റെ ഒരു ഓഫറുണ്ട്, അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും. മിനല്ലാഹ് വഫത്ഹുൻ ഖരീബ്, നമ്മൾ തമ്മിൽ എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മളിങ്ങനെ അള്ളാഹിൻ്റെ ഒരു ഉമ്മത്താണെന്ന ബോധത്തോടെ നമ്മൾ നിന്നാലുണ്ടല്ലോ, അള്ളാഹുവിൽ നിന്നുള്ള വലിയ സഹായമുണ്ട്, വലിയ വിജയമുണ്ട്. അടുത്ത് തന്നെ നമുക്കൊരുപാട് ദുനിയാവിൽ തന്നെ വലിയൊരു വിജയം അള്ളാഹ് ഓഫർ ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹി കമാ ഖാല ഈസ ഇബ്നു മറിയം ലിൽ ഹവാരിയ്യീന മൻ അൻസാരി ഇലല്ലാഹ്. അല്ലയോ സത്യവിശ്വാസികളെ,
നിങ്ങളിത് കേൾക്കണം. പണ്ട് അൻസാർ കമാ ഒരിക്കല നിങ്ങളെല്ലാവരും അള്ളാഹിൻ്റെ അൻസാറുകളാകണം, അള്ളാഹിൻ്റെ സഹായികളാവുക. അള്ളാഹിൻ്റെ സഹായികളെന്ന് പറഞ്ഞാൽ സത്യദീനിൻ്റെ വാഹകരാവുക. അങ്ങനെ ഒരിക്കൽ ഈസ, മറിയമിൻ്റെ മകൻ ഈസ തൻ്റെ ഹവാരിയങ്ങളായിട്ടുള്ള തൻ്റെ ജനതയോട്, തൻ്റെ നാട്ടുകാരോട്, സുഹൃത്തുക്കളോട്, തൻ്റെ ഫോളോവേഴ്സിനോട്, അനുയായികളോട് പറയാൻ സാരീ ഇലല്ലാ, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നിങ്ങളും വരിക. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറല്ലാഹ് فآمنت طائفة من بني إسرائيل وكفرت طائفة. അവർ പറഞ്ഞു, ഞങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ സഹായികളായി, അള്ളാഹിൻ്റെ വഴിയിൽ ഞങ്ങളുമുണ്ട് എന്ന് അവർ പറഞ്ഞു. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ഫആമനത് ത്വാഇഫതും മിൻ ബനീ ഇസ്രായീല വകഫറത് ത്വാഇഫ. എങ്ങനെ ഇസ്രായേൽ, അവിടുത്തെ ജനത. അപ്പം മൂസ അലൈഹിസ്സലാമിൻ്റെ നാട്ടുകാരും അവിടെ ഉണ്ട്, മൂസ അലൈഹിസ്സലാമിൻ്റെ ജനതയുമുണ്ട്. ഈസ അലൈഹിസ്സലാമിൻ്റെ ജനതയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ സത്യദർശനത്തിലേക്ക് വന്നു, ഒരു വിഭാഗമാകട്ടെ അവിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വസിച്ചവരാകട്ടെ ഫഅയ്യദ്നല്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്കെതിരെ വലിയ ശക്തിയും ഞാൻ നൽകുകയും ചെയ്തു. മറ്റുള്ളവരെ തുരത്തി അവരവിടെ വിജയിക്കാൻ, അവിടെ ഇസ്രായേലിൽപ്പെട്ട ജൂതവംശന്മാർക്കെതിരെ വലിയ ശക്തിയും ആധിപത്യവും പിന്നീട് ഈസ അലൈഹിസ്സലാമിൻ്റെ ജനതക്ക് അള്ളാഹു നൽകിയതിൻ്റെ കാരണം അൻസാറുള്ളയായിട്ട് അള്ളാഹുവിൻ്റെ ദർശനത്തിൻ്റെ വഴിയിൽ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് മൂസാ നബിയെ കൈവിട്ട പോലെ ഈസാ നബിയുടെ നല്ലൊരു വിഭാഗം ജനത കൈവിട്ടില്ല, അവർ കൂടെ ചേർന്ന് നിന്നു അനുയായികളായി. അതുപോലെ നിങ്ങൾ ചെയ്യല്ലേ, റസൂലുള്ളയുടെ പിന്നിൽ നിങ്ങളും ചേർന്ന് നിൽക്കണേ, സഫായി നിൽക്കണേ, ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടല്ലേ, സത്യദർശനത്തിൽ അടിയുറച്ച് നിൽക്കണേ എന്ന് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ, അന്നത്തെ മക്കയിലെ മദീനയിലെ സാഹചര്യത്തിൽ ഇറങ്ങുന്ന സൂറത്താണ്. പക്ഷെ ഇത് ഇന്നും പ്രസക്തമാണ്. ഇന്നും അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ഒരുമയോട് ചേർന്ന് നിൽക്കേണ്ട ആവശ്യകതയും, അതോടൊപ്പം തൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട, പ്രയാസപ്പെടുത്താനല്ല, മറ്റാരെയും ബുദ്ധിമുട്ടിക്കാനല്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിൻ്റെ രണ്ട് എൻഡും മനസ്സിലാക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ട പദമാണ്. ഇന്നും മീഡിയ ചർച്ച ചെയ്യുന്ന, ലോകം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. മനസ്സുകൊണ്ടുള്ള ജിഹാദ് ഉണ്ടല്ലോ, തെറ്റിൽ നിന്ന് തൻ്റെ വിചാരങ്ങൾ വരെ തെറ്റിൽ പോവാതിരിക്കാതെ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന ജിഹാദ് മുതൽ അധർമ്മത്തിനെതിരെ അക്രമികൾക്കെതിരെ ശക്തമായി പോരാടുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന ജിഹാദ് അടക്കമുള്ള വിശാലമായ പദമാണ് ജിഹാദ്. ആ സത്യദർശനത്തിൻ്റെ വഴിയിൽ നമ്മൾ തൻ്റെ എല്ലാം, ജീവിതത്തെക്കാൾ, തൻ്റെ സമ്പത്തിനേക്കാൾ, തൻ്റെ സന്താനങ്ങളെക്കാൾ, തൻ്റെ ഭാര്യയേക്കാൾ, തൻ്റെ സമ്പത്തിനേക്കാൾ, എന്തിന് സ്വന്തം ശരീരത്തെക്കാളേറെ അള്ളാഹുവേ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ പോരാടാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹ്ക്ക് വേണ്ടി എന്തും ത്യജിക്കാനുള്ള സന്നദ്ധത നമുക്കുണ്ടാകണം. അള്ളാഹുവേ, ആ ലാഭകരമായ കച്ചവടത്തിന് ഞങ്ങൾ തയ്യാറാ റബ്ബേ. അള്ളാഹുവേ, നിന്റെ അൻസാറുള്ളയാകാൻ ഞങ്ങൾ തയ്യാറാണ് തമ്പുരാനെ. അള്ളാഹുവേ, ഓർമ്മ വെച്ച കാലം മുതൽ കഅബയിലേക്ക്, നിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഞങ്ങൾ സുജൂദ് ചെയ്യുന്നുണ്ട് റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ കൽബിൻ്റെ അകത്ത് നിന്നോടുള്ള ഇഷ്ടമാ, നീ അല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ഹൃദയത്തിലില്ല റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ ദീപം കെടാതെ സൂക്ഷിക്കണേ മരിക്കുന്നത് വരെ ഈമാനോടുകൂടെയുള്ള വിശ്വാസത്തോടെയുള്ള അടിയുറച്ച വിശ്വാസത്തോടെ ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അള്ളാഹുവേ, തെറ്റുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ
തെറ്റിൻ്റെ വഴികളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അള്ളാഹുവേ, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിൻ്റെ റസൂലിനെ കൽബ് തട്ടി സ്നേഹിക്കാൻ, മുത്ത് റസൂലിനെ പോലെ ജീവിക്കാൻ അള്ളാഹുവേ സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാ. അള്ളാഹുവേ, ഒരുപാട് നിഅമത്തുകൾക്കിടയിലാ, നിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾക്കിടയിലാ ഞങ്ങൾ ജീവിക്കുന്നത്. അള്ളാഹുവേ, നന്ദിയുള്ള അടിമയാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ദുആകൾ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ, ദുആ ചെയ്യാനുള്ള മനസ്സ് തരണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും ബർക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാ അർത്ഥത്തിലും ആരോഗ്യവും മനസ്സും സന്തോഷവും നൽകണേ അല്ലാ. അള്ളാഹു വരെ മരിക്കുന്നത് വരെ നല്ല പോലെ പരിചരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ കുടുംബക്കാരെ, സഹോദരന്മാരെ, രക്തബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവെ എല്ലാവരെയും ഹിദായത്തിലാക്കണേ അല്ലാ. അള്ളാഹുവേ, നിൻ്റെ മുമ്പിൽ 5 നേരം മടിയില്ലാതെ സ്നേഹത്തോടെ നിന്നോടുള്ള ഹബ്ബ് കൊണ്ട് സ്നേഹത്തോടെ നന്ദിയുള്ള അടിമയായി നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. വിശുദ്ധ ഖുർആൻ ഇതുപോലെ പഠിക്കാൻ, അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, പരീക്ഷണങ്ങൾ അടിക്കടി വരുന്നുണ്ട്. ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ എന്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നറിയില്ല. അള്ളാഹുവേ, എല്ലാ പരീക്ഷണത്തിലും ഈമാനോടെ യഖീനോടെ ഉറച്ചു നിൽക്കാനും അതൊക്കെ തരണം ചെയ്യാനുമുള്ള താഖത്ത് നീ നൽകണേ അല്ലാ. അള്ളാഹുവേ, ആരോഗ്യം നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തല്ലേ അല്ലാ. ഞങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. വഹിക്കാനാവാത്ത ഭാരങ്ങളെ കൊണ്ട് തളർത്തല്ലേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.